ഹലോ ഗായ്സ്, രാവിലെ ചോറ് വയ്ക്കാൻ വേണ്ടി കഞ്ഞി വയ്ക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചപ്പോഴത്തേക്കാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാധനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മേളിലുള്ള ആ ഒരു സാധനം നല്ല ഉണക്കിയതിന് ശേഷം അടുപ്പിലിട്ട് വേവിച്ചെടുത്ത് കഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് ചെയ്ത് നോക്കിയാലോ, അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഉണക്കാൻ വെച്ചിരുന്ന ആ ഒരു സാധനത്തിന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. രാവിലെ എൻ്റെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഈ കലാപരിപാടികളും കോപ്രായങ്ങളും. എൻ്റെ കുഞ്ഞുനാളിലത്തെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സാധനം അടുപ്പിലോട്ട് ഇടുമ്പോഴത്തേക്കും അടുപ്പിൽ വെച്ച് ഇത് പൊട്ടിത്തെറിക്കും. ഇങ്ങനെ ടപ്പേന്ന് പൊട്ടുമ്പോഴത്തേക്കുമാണ് ഇത് റെഡി ആവുന്നതാണ് എന്നാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ. ഒരു 5-10-15 വർഷമായില്ലേ ഓർമ്മ, ചിലപ്പം തെറ്റിയതായിരിക്കും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇത് അടുപ്പിലിട്ട് ഇത് പൊട്ടാൻ വേണ്ടിയിട്ട് തല പുകഞ്ഞ് കാത്തിരിപ്പായിരുന്നു. എത്തി നോക്കാൻ പേടിയാണ്, കാരണം അത് പൊട്ടിത്തെറിച്ച് മുഖത്തായിട്ട് വീഴുമെന്നുള്ള പേടിയിൽ ഞാൻ എത്തി ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നുണ്ട് ഗൈസ്. അതിനിടയ്ക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇലക്ഷൻ ഡേയും കൂടെ ആയിരുന്നല്ലോ. ഇന്നലെ തലേദിവസം ഇലക്ഷൻ ഡേയും കൂടെ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വോട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നെയിൽ പോളിഷ് ഇട്ടാണ് വോട്ടിടാൻ പോയത്. അതുകൊണ്ട് തന്നെ അവരെന്നെ അവിടെ വെച്ച് തന്നെ എൻ്റെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടാണ്, ചുരണ്ടി കളയിപ്പിച്ചിട്ടാണ് എനിക്ക് അവർ ആ സാധനം ഇട്ട് തന്നത്. അപ്പം ഞാനത് എന്നിട്ട് ഞാൻ ഇത് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ സൗണ്ട് പൊട്ടിത്തെറിക്കുന്ന കാത്തിരുന്ന് അവസാനം ആ സാധനം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കരിഞ്ഞു പോയി ഗൈസ്. എനിക്ക് എന്തായാലും ഇതൊരു 3-4 ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ എന്തായാലും ചീറ്റിപ്പോയി. ഇനി രണ്ടാമത്തെങ്കിലും ശരിയാക്കാമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് കത്തി. ഞാൻ സൗണ്ട് പൊട്ടണമെന്നും കേൾക്കാൻ വേണ്ടി നിന്നില്ല. ചെറുതായിട്ടൊന്ന് കത്തിയപ്പോഴത്തേക്കും തന്നെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് കിട്ടി ഗൈസ്. അത് കരിഞ്ഞു പോകും. അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി 2-3-4 ഞാൻ അതേപോലെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് തന്നെ അണ്ടിപ്പരിപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ട, അത് കിട്ടിയതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഇപ്പോഴാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞുനാളിലൊക്കെ ഒരു 10-12 വയസ്സിലൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. പറയുന്നത് കേട്ടാൽ വലിയ എന്തോ കാര്യം മലപറിച്ചതുപോലെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നും അല്ല. കുട്ടിക്കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഓർക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.